നമസ്കാരം. 2026 കേരള PSC ചോദിച്ച ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും അനുബന്ധ കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യം BFO ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കി. ടൈഫോയിഡ് നിർണയത്തിനായി നടത്തുന്ന ടെസ്റ്റ് ഏതാണ്? ഓപ്ഷൻ എ വൈഡൽ ടെസ്റ്റാണ് അല്ലേ. സാൽമണല്ല ടൈഫി എന്ന ബാക്ടീരിയ പരത്തുന്ന രോഗമാണ് ടൈഫോയിഡ്. അത് സ്ഥിരീകരിക്കാനാണ് വൈഡൽ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ടൈഫോയിഡ് ഏതാണ്? ടൈഫോയിഡിൻ്റെ ടെസ്റ്റ് വൈഡൽ ടെസ്റ്റാണ്. ഓക്കെ. ദെൻ മാൻഡെക്സ് ടെസ്റ്റ് ഏതിൻ്റെയാ? ട്യൂബർകുലോസിസ് നിർണ്ണയിക്കാനുള്ളൊരു ടെസ്റ്റാണ് കേട്ടോ. എലിസ ടെസ്റ്റ് ഏതിൻ്റെയാണ്? എയ്ഡ്സ് അല്ലേ. എയ്ഡ്സ് രോഗനിർണയവുമായി ബന്ധപ്പെട്ട ടെസ്റ്റാണ് എലിസ. വെസ്റ്റേൺ ബോൾട്ട് അത് തന്നെ എയ്ഡ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയുള്ള ജനിതക രോഗം ഏതാണ്? രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയുള്ള ജനിതക രോഗം ഏതാണ്? ഓപ്ഷൻ ബി ഹീമോഫീലിയ അല്ലെ. ഹീമോഫീലിയാണ്. ശരീരത്തിൽ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഉണ്ടല്ലോ, അതിൻ്റെ അളവ് കുറയുന്നത് മൂലം രക്തസ്രാവം നിലയ്ക്കാതെ ഉണ്ടാകുന്ന ആ രോഗത്തെയാണ് നമ്മൾ ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഇത് റോയൽ ഡിസീസ് എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ റോയൽ ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഹീമോഫീലിയയാണ്. ബാക്കി ഓപ്ഷൻസ് നോക്കി. അനീമിയ എന്ന് പറയുന്നത് എന്താ? രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു വിളർച്ച, അതാണ് അനീമിയ എന്ന് പറയുന്നത്. ദെൻ ലുക്കീമിയ എന്ന് പറയുന്നത് രക്തത്തിലെ വെള്ള രക്താണുക്കൾ അനിയന്ത്രിതമായി പെരുകുന്ന അവസ്ഥ. ഇപ്പോൾ നമ്മുടെ ബ്ലഡ് ക്യാൻസർ പോലെ അല്ലേ. അപ്പോൾ വെള്ള രക്താണുക്കൾ അനിയന്ത്രിതമായി പെരുകുന്ന അവസ്ഥയാണ് ലുക്കീമിയ എന്ന് പറയുന്നത്. ദെൻ സിക്കിൾ സെൽ അനീമിയ, അത് ചുവന്ന രക്താണുക്കൾ അരിവാൾ രൂപത്തിലാകുന്ന മറ്റൊരു ജനിതക രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. അരിവാൾ രോഗം എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പോൾ അതാണ് ബാക്കി ഓപ്ഷൻസ്. അപ്പം ഇങ്ങനെ ഓപ്ഷൻസും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ റിലേറ്റഡ് ഫാക്റ്റും കൂടി ആകുമ്പോൾ അടുത്ത എക്സാമിന് ആ ഒരു ഓപ്ഷനാണ് നമ്മുടെ ആൻസർ എങ്കിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ ജോഗ്രഫിയും കറണ്ട് അഫയേഴ്സും ഇന്ത്യൻ ഹിസ്റ്ററിയും 2026 PSC ചോദിച്ച 3 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ ഈ 10th പ്രിലിംസിന് മുന്നേ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അടുത്ത ചോദ്യം, കാർബൺ ന്യൂട്രൽ കൃഷി രീതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? കാർബൺ ന്യൂട്രൽ കൃഷി രീതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ് കേട്ടോ. നമ്മുടെ കേരളമാണ് കാർബൺ ന്യൂട്രൽ കൃഷി രീതി. ഓക്കെ. ആലുവയിലെ സ്റ്റേറ്റ് സീഡ് ഫാമിലാണ് കേട്ടോ ഇതാദ്യം നടപ്പിലാക്കിയത്. ആലുവയിലെ സ്റ്റേറ്റ് സീഡ് ഫാം. ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ്? ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാ? ഫീമർ അല്ലേ. ഫീമറാണ് കേട്ടോ ഏറ്റവും നീളം കൂടിയതും ബലമേറിയതുമായത്. തുടയല്ല, അഥവാ ഫീമർ കേട്ടോ, ഫീമർ. ദെൻ അമിതമായി മദ്യപിക്കുന്നവരിൽ കാണപ്പെടുന്ന കരൾ സംബന്ധമായ രോഗം ഏതാണ്? അമിതമായി മദ്യപിക്കുന്നത് അതിനു മുമ്പ് നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കിയാൽ സ്റ്റേപ്പിസ് ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി അല്ലേ. ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ് അല്ലേ. മധ്യകർണത്തിലെ അസ്ഥിയാണ്. ദെൻ ടിബിയ എന്ന് പറയുന്നത് മുട്ടിന് താഴെ കാണപ്പെടുന്ന ആ വലിയ അസ്ഥിയാണ് ടിബിയ. കാൽമുട്ടിന് താഴെ കാണപ്പെടുന്ന ആ വലിയ അസ്ഥി. ദെൻ ഹ്യൂമറസ്, അതെവിടെയാണ്? തോളിൽ നിന്ന് മുട്ട് വരെയുള്ള ആ ഒരു അസ്ഥിയില്ലേ മേൽക്കൈയിലുള്ള, അതാണ് ഹ്യൂമറസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ്? അത് ഫീമറാണ് കേട്ടോ, ഫീമർ. അമിതമായി മദ്യപിക്കുന്നവരിൽ കാണപ്പെടുന്ന കരൾ സംബന്ധമായ രോഗം ഏത്? അമിതമായി മദ്യപിക്കുന്നവരിൽ കാണപ്പെടുന്ന കരൾ സംബന്ധമായ രോഗമാണ് സിറോസിസ് അല്ലെ. സിറോസിസ് അവരുടെ അമിതമായ മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾ നശിക്കുകയും അവിടെ ഒരു ടിഷ്യൂസ് അല്ലേ, തഴമ്പ്, ഒരു സ്കാർ ടിഷ്യൂസ് ഒക്കെ രൂപപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് സിറോസിസ് എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ളത് നോക്കി. ഹെപ്പറ്റൈറ്റിസ് ഏതാണ്? വൈറസ് ബാധ മൂലമോ മറ്റോ കരളിൽ ഉണ്ടാകുന്ന ആ വീക്കത്തെയാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. നെഫ്രൈറ്റിസോ, അത് വൃക്കയെ ബാധിക്കുന്ന രോഗം അല്ലെ, വീക്കം, അതാണ് നെഫ്രൈറ്റിസ്. ദെൻ ഗ്യാസ്ട്രൈറ്റിസോ, അത് ആമാശയത്തിലെ ആവരണത്തിനുണ്ടാകുന്ന വീക്കം അല്ലെ, അസിഡിറ്റി പ്രശ്നം, അതൊക്കെയാണ് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇതായ് എന്ന രോഗത്തിന് കാരണമായ ലോഹം ഏത്? ഇതായ് എന്ന രോഗത്തിന് കാരണമായ ലോഹം ഏതാണ്?
കാഡ്മിയമാണ് കേട്ടോ. ഓപ്ഷൻ എ കാഡ്മിയം അല്ലേ. കാഡ്മിയം വിഷബാധ മൂലം അസ്ഥികൾക്ക് കടുത്ത വേദനയും ഒടിവും സംഭവിക്കുന്ന ആ രോഗത്തെയാണ് നമ്മൾ ഇതായി എന്ന് പറയുന്നത്. ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ജപ്പാനിലാണ് കേട്ടോ. ഇത് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ജപ്പാനിലാണ്. ഇനി ലെഡിൻ്റെ ഏതാണ്? ലെഡ് പോയിസണിങ്, അത് നാഡീവ്യൂഹത്തെ ബാധിക്കുന്നതാണ് കേട്ടോ. പ്ലംബിസം എന്നൊക്കെ പറയും അല്ലേ. ലെഡ് പോയിസണിങ്, പ്ലംബിസം. മെർക്കുറി എന്ന് പറയുമ്പോൾ മിനാമാത രോഗത്തിനാണ് കാരണമാകുന്നത്. എപ്പോഴും ഇത് മാറി മാറി ചോദിക്കുന്നതാണ്. ഇതായി എന്ന രോഗത്തിന് കാരണമാകുന്നത് കാഡ്മിയമാണ്. മീനാമാത രോഗത്തിന് കാരണമാകുന്നത് മെർക്കുറിയാണ് കേട്ടോ. പിന്നെ ആഴ്സനിക് എന്ന് പറയുന്നത് ബ്ലാക്ക് ഫൂട്ട് ആ രോഗത്തിന്, പിന്നെ ചർമ്മ രോഗങ്ങൾക്കൊക്കെ കാരണമാകുന്നത് ഏതാണ്? ആഴ്സനിക് ലോഹമാണ്. അടുത്ത ചോദ്യം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ APU അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. പേശികളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുകയും ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്ന മസ്തിഷ്ക ഭാഗം ഏത്? പേശികളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുകയും ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്ന മസ്തിഷ്ക ഭാഗം ഇതാണ് സെറിബെല്ലമാണ് കേട്ടോ. ഓപ്ഷൻ എ സെറിബെല്ലം. ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ പരിപാലിക്കുന്നതിനും പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് അല്ലേ, ചെറിയ മസ്തിഷ്കമാണ് ഇത് സെറിബെല്ലം. ഇപ്പം മദ്യപിക്കുമ്പോൾ ഈ ഭാഗത്തിൻ്റെ പ്രവർത്തനം എന്ത് ചെയ്യും? തകരാറിലാവും അല്ലേ. ഏകോപിപ്പിക്കാനൊന്നും പറ്റില്ല മദ്യപിച്ച് കഴിയുമ്പോൾ, അങ്ങനെ അത് തകരാറിലാവും. ഇനി സെറിബ്രം നോക്കി. സെറിബ്രം എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ചിന്ത, ബുദ്ധി, ഓർമ്മ, വിവേകം എന്നിവയുടെയൊക്കെ കേന്ദ്രം ഏതാണ്? അത് സെറിബ്രമാണ് കേട്ടോ. സെറിബ്രമാണ്. മെഡുല ഒബ്ലാങ്കറ്റയോ? ഹൃദയമിടിപ്പ്, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലാങ്കറ്റയാണ്. തലാമസോ? അത് സെറിബ്രത്തിലേക്കുള്ള വേദന അങ്ങനെയുള്ളതൊക്കെ ആവേഗമുണ്ട്. ഒരു റിലേ സ്റ്റേഷൻ അല്ലെ, റിലേ സ്റ്റേഷൻ എന്ന് നമ്മൾ പറയുന്നതാണ് തലാമസ്. മാറിപ്പോരുത് കേട്ടോ. അപ്പോൾ ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്. അവിടെയാണ് ചിന്ത, ബുദ്ധി, ഓർമ്മ, വിവേകം ഒക്കെ വരുന്നത്. സെറിബെല്ലം എന്ന് പറയുമ്പോൾ പേശികളുടെ ആ ഒരു ഏകോപിപ്പിക്കലും ശരീരത്തിൻ്റെ തുലനാവസ്ഥ, എപ്പോഴും അതല്ലേ ചോദിക്കുന്നത്, ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? അത് സെറിബെല്ലമാണ് കേട്ടോ. അടുത്ത ചോദ്യം. ഹെപ്പറ്റൈറ്റിസ് ബി പ്രധാനമായും ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് ബി എവിടെയാണ് ബാധിക്കുന്നത്? കരളിൽ അല്ലേ. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന ഒരു വൈറസ് രോഗമാണത്. കരളിനെയാണ് ബാധിക്കുന്നത്. എന്നിട്ട് മഞ്ഞപ്പിത്തം പോലുള്ള ലക്ഷണങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നതാണ്. കേരള സർക്കാർ നടപ്പിലാക്കിയ ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യം ഏതാണ്? പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളെ ജനസൗഹൃദപരമാക്കുക എന്നുള്ളതാണ് അല്ലേ. നവകേരള മിഷന്റെ ഭാഗമായിട്ടാണ് ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങളൊക്കെ ലക്ഷ്യമിട്ട് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള സർക്കാർ ആശുപത്രികൾ ഒരു അത്യാധുനിക സൗകര്യങ്ങളോടെ ജനസൗഹൃദമാക്കാൻ തുടങ്ങിയ പദ്ധതിയാണ് ഇത് ഈ ആർദ്രം മിഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഒരു ജീവിതശൈലി രോഗം അല്ലാത്തതേത്? ശ്രദ്ധിക്കുക, അവിടെ അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഏതാണ് അല്ലാത്തത്? മലേറിയ. നമുക്കറിയാം അല്ലേ മലേറിയ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവ വഴി അല്ലേ അനോഫിലസ് കൊതുകുകൾ പരത്തുന്ന ഒരു പകർച്ചവ്യാധിയാണ് മലേറിയ എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതശൈലി രോഗമല്ല, മോശം ജീവിതശൈലി കൊണ്ട് ഉണ്ടാവുന്നതല്ല. എന്നാൽ അമിത രക്തസമ്മർദ്ദം, പ്രമേഹം, ഹൃദയാഘാതം എന്നിവയെല്ലാം എന്താണ്? നമ്മുടെ തെറ്റായ ഭക്ഷണ രീതി, വ്യായാമക്കുറവ്, മാനസിക സമ്മർദ്ദം എന്നിവ മൂലമുണ്ടാകുന്ന ജീവിതശൈലി രോഗമാണ്. വൈറ്റമിൻ B1 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? B1 കുറവ് മൂലം ഉണ്ടാകുന്നത് ഏതാണ്? B1 ബെറി അല്ലെ. B1 ബെറി രോഗമാണ്. തയാമിൻ B1 അല്ലെ കുറവ് മൂലം നാഡീവ്യൂഹത്തെയും പേശികളെയും ബാധിക്കുന്ന രോഗമാണ് ബെറി എന്ന് പറയുന്നത്. ഇനി പെല്ലഗ്ര അത് വൈറ്റമിൻ B3 എന്ന് പറയുന്നത് നിയാസിനാണ് അല്ലെ. വൈറ്റമിൻ B3 ഏതാണ്? നിയാസിൻ. അപ്പം അതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് പെല്ലഗ്ര. സ്കർവി അത് വൈറ്റമിൻ Dയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അല്ലേ. ഇപ്പം വൈറ്റമിൻ D അല്ല, വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് സ്കർവി. നാവികരുടെ അല്ലേ അതൊക്കെയാണ്, മോണയിൽ നിന്ന് ചോര വരുന്നതൊക്കെയാണ് സ്കർവിയിൽ വരുന്നത്. ദെൻ വന്ധ്യത അഥവാ ഇൻഫെർട്ടിലിറ്റി വൈറ്റമിൻ Eയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. ഓക്കെ, അതുമൂലം ഉണ്ടാകാം. അടുത്തത് 2030 കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനായി
ഇന്ത്യ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? 2030 കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനായി ഇന്ത്യ പ്രഖ്യാപിച്ച പദ്ധതിയാണ് നാഷണൽ ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ നാഷണൽ ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ. അതായത് പാരീസ് കാലാവസ്ഥാ കരാറിൻ്റെ ഭാഗമായിട്ട് ആഗോളതാപനം നിയന്ത്രിക്കാനും ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ളൽ കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് ഇന്ത്യ സമർപ്പിച്ച ദേശീയ ഒരു ലക്ഷ്യങ്ങളാണ് ഇത് ഈ നാഷണൽ ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. CEO സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ഡ്രൈവർ പോസ്റ്റിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. മനുഷ്യരിൽ AB രക്തഗ്രൂപ്പ് സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നു. ഇതിന് കാരണമായി പറയാവുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? ഓക്കെ, അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവന ഞാൻ നേരെ വായിക്കുകയാണ്, ഓപ്ഷൻസ് വായിക്കണ്ടല്ലോ. ഒന്നുകൂടി ക്വസ്റ്റ്യൻ നോക്കി. മനുഷ്യരിൽ AB രക്തഗ്രൂപ്പ് സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നു. ഇതിന് കാരണമായി പറയാവുന്ന ശരിയായ പ്രസ്താവനയാണ് ഓപ്ഷൻ A ആണ് ആൻസർ വരുന്നത്. നോക്കി, ചുവന്ന രക്താണുക്കളിൽ AB എന്നീ ആൻറ്റിജനുകൾ ഉണ്ടായിരിക്കുകയും പ്ലാസ്മയിൽ ആൻറ്റിബോഡികൾ ഇല്ലാതെയും ഇരിക്കുന്നു. അതായത് AB ഗ്രൂപ്പുകാരുടെ ചുവന്ന രക്താണുക്കളുടെ ഉപരിതലത്തിൽ AB ആൻറ്റിജൻസ് ഉണ്ട്, എന്നാൽ അവരുടെ പ്ലാസ്മയിലോ ആൻറ്റിബോഡികൾ അതായത് ആൻറ്റി എയോ ആൻറ്റി ബിയോ ഇല്ല. അതിനാൽ ഏത് ഗ്രൂപ്പിൽ നിന്നുള്ള രക്തം സ്വീകരിച്ചാലും ആൻറ്റിജൻ ആൻറ്റിബോഡി പ്രതിപ്രവർത്തനം നടക്കില്ല. അതുകൊണ്ടാണ് ഇവരെ സാർവത്രിക സ്വീകർത്താവ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സൽ അക്സെപ്റ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത്ര ഓർത്താൽ മതി. എന്താണ് ഇവർക്ക് AB എന്നീ ആൻറ്റിജൻ ഉണ്ട്, പക്ഷേ പ്ലാസ്മയിൽ എന്തില്ല? ആൻറ്റിബോഡി ഇല്ല. ഓക്കെ, അടുത്ത ചോദ്യം. മാറാരോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ, സൈബ്രൽ പ്ലാസി തുടങ്ങിയ ബാധിച്ച 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേരെന്താണ്? മാറാരോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ, സെറിബ്രൽ പ്ലാസി മുതലായവ ബാധിച്ച 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതി ഏതാണ്? താലോലം എപ്പോഴും ചോദിക്കുന്നതാണല്ലേ, 18 വയസ്സിൽ താഴെയുള്ളവർക്കാണ് കേട്ടോ. ബാക്കി നോക്കിയ സ്നേഹസ്പർശം, അതാർക്കാണ്? സ്നേഹസ്പർശമാർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് അല്ലേ, അതാണ് സ്നേഹസ്പർശം. ആർദ്രം നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ആരോഗ്യ വകുപ്പിൻ്റെ സമഗ്ര ആശുപത്രി നവീകരണ പദ്ധതിയാണ്. സുഹൃതം എന്ന് പറയുന്ന ക്യാൻസർ രോഗികൾക്ക് അല്ലേ, ക്യാൻസർ രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകിയിരുന്ന പദ്ധതിയാണ്. പിന്നീടത് കാരുണ്യ ആരോഗ്യ സുരക്ഷയിൽ ലയിപ്പിക്കുകയാണ് ഉണ്ടായിരുന്നത്. അടുത്തത്, അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ബ്ലൂ ഫ്ലാഗ് എന്ന പരിസ്ഥിതി അടയാളപ്പെടുത്തൽ അഥവാ ഇക്കോ ലേബൽ നൽകപ്പെടുന്നത് എന്തിനാണ്? ഓക്കെ, 4 ഓപ്ഷൻസ് ഉണ്ട്, അതിൽ ഏതിലാണ് നൽകപ്പെടുന്നത് എന്നതാണ് ചോദ്യം. ബ്ലൂ ഫ്ലാഗ് ഏതാണ്? ഓപ്ഷൻ B ആണ്. അതായത് പരിസ്ഥിതി സൗഹൃദവും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ കടൽ തീരങ്ങൾക്ക് അല്ലെ, കടൽ തീരങ്ങൾക്ക് ബീച്ചുകൾക്ക് നൽകുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ ഡെൻമാർക്ക് ആസ്ഥാനമായുള്ള ഫൗണ്ടേഷൻ ഫോർ എൻവിയോൺമെൻ്റൽ എഡ്യൂക്കേഷൻ നൽകുന്ന അന്താരാഷ്ട്ര പുരസ്കാരമാണിത്. കർശനമായ 33 പരിസ്ഥിതി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കടൽ തീരങ്ങൾക്കാണ് ഈ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. കേരളത്തിൽ ഏത് ബീച്ചിന് അത് ലഭിച്ചിട്ടുണ്ട്? കോഴിക്കോട് കാപ്പാട് ബീച്ചിന് ലഭിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഹോർമോണുകളുടെയും അവ ഉൽപ്പാദിപ്പിക്കുന്ന അവയവങ്ങളുടെയും പട്ടിക നൽകിയിരിക്കുന്നു. നിരകളിലെ വാക്കുകൾ ചേരുംപടി ചേർക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ്. ഹോർമോണ്, അവയവം. ഓക്കെ, ആദ്യം നമുക്ക് ഹോർമോൺ ലെഫ്റ്റ് സൈഡ് ഒന്ന് വായിക്കാം, എന്നിട്ട് റൈറ്റ് സൈഡ് ഫുൾ വായിക്കാം, എന്നിട്ട് മാച്ച് ചെയ്യാം. ഓക്കെ, ഹോർമോൺ ഏതൊക്കെയാണ്? ഇൻസുലിൻ, റിലാക്സിൻ, ഓക്സിറ്റോസിൻ, മെലാറ്റോണിൻ. ദെൻ അവയവം അണ്ഡാശയം, പീനിയൽ ഗ്രന്ഥി, ആഗ്നേയ ഗ്രന്ഥി, പീയൂഷ ഗ്രന്ഥി. എങ്ങനെയാണ് കറക്റ്റായിട്ട് വരുന്നത്? ആദ്യം ഇൻസുലിൻ ഏത് ഗ്രന്ഥിയാണ്? ആഗ്നേയ ഗ്രന്ഥി അല്ലേ. റിലാക്സിൻ ഏതാണ്? അണ്ഡാശയം. ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് പീയൂഷ ഗ്രന്ഥി. മെലാറ്റോണിൻ പീനിയൽ ഗ്രന്ഥി. ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ, അടുത്തത് നമ്മുടെ വുമൺ സിഇഒയുടെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. താഴെ സൂചിപ്പിച്ചിരിക്കുന്നതിൽ ഏത് ഹോർമോണാണ് സ്ത്രീ ശരീരത്തിൽ ഗർഭകാലത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഹോർമോണാണ്? ഏതാണ്?
HCG ഹ്യൂമൺ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ HCG ഹ്യൂമൺ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ആണ് കേട്ടോ. ഗർഭധാരണത്തിന് ശേഷം പ്ലസൻറ്റയിലെ കോശങ്ങളാണ് ഈ ഹോർമോൺ എന്ത് ചെയ്യുന്നത്, ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റുകളിലൊക്കെ ഗർഭധാരണം ഉറപ്പാക്കാൻ പരിശോധിക്കുന്നത് ഏതാണ്, മിക്കവാറും ഈ HCG അഥവാ ഈ ഹോർമോണിൻ്റെ സാന്നിധ്യമാണ്. ബാക്കി ഓപ്ഷൻസ് നോക്കി. തൈറോക്സിൻ എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മെറ്റബോളിക് ഹോർമോണാണ് തൈറോക്സിൻ. ദെൻ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും സാധാരണ ആർത്തവ ചക്രത്തിലും സ്ത്രീ ശരീരത്തിൽ എപ്പോഴും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് ഏത്, ഇത് രണ്ടും ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. എന്നാൽ ഗർഭകാലത്ത് ഇവയുടെ അളവ് കൂടാറുമുണ്ട്. ഓക്കെ, പക്ഷേ ഇത് ഗർഭകാലത്ത് മാത്രമല്ല, ഗർഭകാലത്ത് മാത്രം ഏതാണ്, അത് HCG ആണ് കേട്ടോ. ഇപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റുകളിലൊക്കെ അല്ലെങ്കിൽ അതിനൊക്കെ പരിശോധിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്, HCG ആണ് കേട്ടോ. അടുത്തത് ജലദോഷത്തിന് കാരണമായ രോഗകാരി ഏതാണ്, ജലദോഷം കോമൺ കോൾഡ് ഏതാ, റൈനോ വൈറസ് അല്ലേ. ഓപ്ഷൻ എ റൈനോ വൈറസ് ആണ്. മനുഷ്യരിൽ സാധാരണ കാണപ്പെടുന്ന ജലദോഷത്തിന് ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് റൈനോ വൈറസ് ആണ്. ദെൻ ബാക്കി ഓപ്ഷൻസിൽ HIV വൈറസ് എയ്ഡ്സിന് കാരണമാകുന്നതാണ്. ദെൻ സ്പെക്ട്രോകോക്കസ് അത് ന്യൂമോണിയ അല്ലേ, തൊണ്ടവേദന അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആണ് കേട്ടോ സ്പെക്ട്രോകോക്കസ്. പിന്നെയുള്ളത് ഇതാണ് ബാക്ടീരിയോഫേജ് ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന ഒരു വൈറസുകളാണ്. ഇത് മനുഷ്യരിൽ രോഗമുണ്ടാക്കുന്നതല്ല കേട്ടോ. അടുത്ത ചോദ്യം, യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന സന്ധിവീക്കം താഴെ സൂചിപ്പിച്ചിരിക്കുന്നവയിൽ ഏതാണ്. ഓക്കെ, യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന സന്ധിവീക്കത്തെ പറയുന്നത് എന്താണ്, ഏതാണ് വരുന്നത്, ഓപ്ഷൻ ബി ആണ് വരുന്നത്, ഗൗട്ട്. ഓക്കെ, ഇപ്പോൾ രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുമ്പോൾ അവ സന്ധികളിൽ സോഡിയം യൂറേറ്റ് ക്രിസ്റ്റലുകളായി അടിഞ്ഞുകൂടും. അപ്പോൾ നമുക്കവിടെ വേദനയും വീക്കവും ഉണ്ടാകുന്ന അവസ്ഥയാണ് നമ്മൾ ഗൗട്ട് എന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ട് സാധാരണ രീതിയിൽ ആദ്യം ബാധിക്കുന്നത് നമ്മുടെ കാൽപെരുവിരലിനെയാണ്. ഓക്കെ, ഇനി മറ്റ് ഓപ്ഷൻസ് നോക്കൂ. ആർത്രൈറ്റീസ് അതെന്താണ്, സന്ധിവീക്കത്തിന് നമ്മൾ പൊതുവായി പറയുന്ന പേരല്ലേ, ഇപ്പോൾ തേയ്മാനം മൂലോ അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ പൊതുവായി, ഓസ്റ്റിയോ ആർത്രൈറ്റീസ് അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. പിന്നെ ടെറ്റനി എന്താണ്, അത് രക്തത്തിൽ കാൽഷ്യത്തിൻ്റെ കുറവ് മൂലം പേശികൾ വലിഞ്ഞു മുറുകുന്ന അവസ്ഥയാണ് നമ്മൾ ടെറ്റനി എന്ന് പറയുന്നത്, കാൽഷ്യത്തിൻ്റെ കുറവ് മൂലം കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, മലേറിയ രോഗം പരത്തുന്ന കൊതുക് ഏത് വിഭാഗത്തിൽ പെടുന്നു, മലേറിയ രോഗം പരത്തുന്ന കൊതുക് ഏത് വിഭാഗത്തിലാണ് പെടുന്നത്, അനോഫിലസ് ആണ്. അനോഫിലസ് പെൺകൊതുക് അല്ലേ, ഫീമെയിൽ അനോഫിലസ് കൊതുക് പെൺകൊതുകാണ്, ഫീമെയിൽ അനോഫിലസ് ആണ്. പ്ലാസ്മോഡിയം പരാതത്തെ വഹിക്കുന്നത് മനുഷ്യരിലേക്ക് മലേറിയ പരത്തുന്നതും ആരാണ്, പെൺ അനോഫിലസ് കൊതുകുകളാണ്. ഈഡിസ് കൊതുകുകൾ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ അല്ലേ, അതൊക്കെയാണ് ഈഡിസ് കൊതുക് കേട്ടോ, ഈഡിസ്. ദെൻ ക്യൂലെക്സ്, ഫീമെയിൽ ക്യൂലെക്സ് കൊതുകോ, അത് മന്ത് രോഗം, ജപ്പാൻ ജ്വരം അല്ലേ, അതാണ് ക്യൂലെക്സ് കേട്ടോ, ക്യൂലെക്സ് മന്ത് രോഗം, ജപ്പാൻ ജ്വരം. ഓക്കെ, അടുത്തത് കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെ ആരംഭിച്ചു, കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെയാണ്, തിരുവനന്തപുരം ജില്ലയിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ, മെഡിക്കൽ കോളേജിൽ, അതായത് പൊള്ളലേറ്റവർക്കും മറ്റും തൊലി വെച്ച് പിടിപ്പിക്കാനായി കേരളത്തിലെ ആദ്യത്തെ കോംപ്രിഹെൻസീവ് സ്കിൻ ബാങ്ക് സജ്ജമാക്കിയത് എവിടെയാണ്, തിരുവനന്തപുരം. ടോയ്ലറ്റുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നത് മനുഷ്യ മാലിന്യങ്ങൾ അടങ്ങിയതുമായ മലിനജലത്തെ എന്ത് പറയുന്നു, ടോയ്ലറ്റിൽ നിന്ന് ഉണ്ടാകുന്നതും മനുഷ്യ മാലിന്യങ്ങൾ അടങ്ങിയതുമായ മലിനജലത്തെ നമ്മൾ എന്ത് പറയുന്നു, ബ്ലാക്ക് വാട്ടർ എന്നാണ് പറയുന്നത് അല്ലേ, ബ്ലാക്ക് വാട്ടർ കേട്ടോ, ബ്ലാക്ക് വാട്ടർ. ഗ്രേ വാട്ടർ എന്താ, അത് വാഷിംഗ് മെഷീൻ, അടുക്കള അല്ലേ, അങ്ങനെയൊക്കെ അവിടെ നിന്നൊക്കെ വരുന്ന, പക്ഷേ ഈ ടോയ്ലറ്റിൽ ഉള്ള ഇതൊന്നും വരാത്ത മലിനജലത്തെയാണ് ഏത് പറയുന്നത്, ഗ്രേ വാട്ടർ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്, ഇത് നമ്മുടെ വുമൺ APOയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്, ഏതാണ്,
എസ് എ നോഡ് അഥവാ സൈനോ ഏട്രിയൽ നോഡാണ് കേട്ടോ. സൈനോ ഏട്രിയൽ നോഡ് ഹൃദയത്തിൽ വലത് ഏട്രിയത്തിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളുടെ കൂട്ടമാണ് ഇത് എസ് എ നോഡ് എന്ന് പറയുന്നത്. ഹൃദയത്തിലെ വലത് ഏട്രിയത്തിൽ കേട്ടോ. അപ്പോൾ ഹൃദയമിടിപ്പിന് ആവശ്യമായ വൈദ്യുതി ആവേഗങ്ങൾ സ്വയം ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ ഇതിനെ എന്ത് പറയും? ഹൃദയത്തിന് നാച്ചുറൽ പേസ് മേക്കർ എന്ന് പറയുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ്? സൂര്യപ്രകാശത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ജീവകം ഏതാണത്? ഏത് വൈറ്റമിനാണ്? വൈറ്റമിൻ ഡി അല്ലേ? ഓപ്ഷൻ സി വൈറ്റമിൻ ഡി ആണ്. അൾട്രാവയലറ്റ് കിരണങ്ങൾ ചർമ്മത്തിൽ പതിക്കുമ്പോൾ ശരീരത്തിൽ ഏത് നിർമ്മിക്കപ്പെടുന്നു? വൈറ്റമിൻ ഡി നിർമ്മിക്കപ്പെടുന്നു. അതുകൊണ്ടല്ലേ അതിനെ നമ്മൾ സൺഷൈൻ വൈറ്റമിൻ എന്ന് വിളിക്കുന്നത്? അതെ. അടുത്ത ചോദ്യം, പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ അഥവാ മൈക്രോ ഓർഗാനിസംസ് ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? ഒന്നുകൂടി ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? എന്താണ് അത്? വിഘടനം അഥവാ ഡീകോമ്പോസിഷൻ ആണ് കേട്ടോ. ഇപ്പോൾ ചത്ത ജീവികളെയോ അല്ലെങ്കിൽ നമ്മുടെ സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളെയോ ബാക്ടീരിയ, പൂപ്പൽ തുടങ്ങിയ ഈ വിഘടനകാരികൾ ലളിതമായി എന്താക്കി മാറ്റി? പോഷകങ്ങളാക്കി മാറ്റി മണ്ണിലേക്ക് തിരികെ ചേർക്കുന്ന പ്രക്രിയയെ നമ്മൾ എന്ത് പറയുന്നു? വിഘടനം അഥവാ ഡീകോമ്പോസിഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ 20 ദിവസത്തിനുള്ളിൽ നമ്മൾ നല്ല രീതിയിൽ PYQ MCQ നമ്മൾ ടോപ്പിക് വൈസ് ക്ലാസ് എടുക്കാത്ത കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഓൾറെഡി കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ നേരത്തെ തന്നെ എടുത്തതുണ്ട്. അപ്പോൾ അത് കാണുന്നവർക്ക് അത് കാണാം. അതല്ലാതെ എത്രയും പെട്ടെന്ന് നിങ്ങൾ പഠിച്ചെടുക്കണം എന്നുള്ളവർ ഈ PYQ അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും MCQ ഒക്കെ നന്നായി കാണുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഡോട്ട്സ് അഥവാ ഡയറക്റ്റ്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ് എന്ന ചികിത്സാ രീതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഡോട്ട്സ് ട്യൂബർകുലോസിസ്, TB അല്ലെ, ക്ഷയരോഗമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ഡോട്ട്സ്. കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് ശൈലി. ഓക്കെ, മൊബൈൽ ആപ്പാണ് ശൈലി. ജീവിതശൈലി രോഗങ്ങളെ കണ്ടെത്താനല്ലേ അപ്പോൾ ശൈലി എന്ന് ഓർത്ത് വയ്ക്കാം. അടുത്തത്, ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ഏതാണ്? ഇപ്പോൾ രോഗപ്രതിരോധ ശേഷിയെ തകർക്കുകയും പിന്നെ എന്താണ്? സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ഏതാണ്? HIV ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് അല്ലേ? ഈ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ശരീരത്തിലെ രോഗപ്രതിരോധ കോശങ്ങളായ ഹെൽപ്പർ ടി ലിംഫോസൈറ്റുകളെ ആക്രമിച്ച് നശിപ്പിക്കുന്നു അല്ലേ? അങ്ങനെ ഇത് പൂർണ്ണമായും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി പൂർണ്ണമായും തകരാറിലാക്കുന്നു. ഇനി അടുത്തത് നമ്മൾ സ്റ്റോർ കീപ്പർ മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. കോശം കണ്ടുപിടിച്ചത് ആരാണ്? കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്കാണ് അല്ലേ? 1665 കോശം കണ്ടുപിടിച്ചത്. സെൽ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതും കോശം കണ്ടെത്തിയതും ആരാണ്? റോബർട്ട് ഹുക്കാണ്. റോബർട്ട് ബ്രൗൺ എന്തായിരുന്നു? റോബർട്ട് ബ്രൗൺ കോശകേന്ദ്രം അഥവാ ന്യൂക്ലിയസ് കണ്ടെത്തിയത് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. അടുത്തത്, പഴയീച്ച എന്നറിയപ്പെടുന്നത് ഏതാണ്? ഡ്രോസോഫില കേട്ടോ. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇപ്പം എന്തെങ്കിലും ജനറ്റിക് സ്റ്റഡീസ് ലബോറട്ടറികളിലൊക്കെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പ്രാണിയാണ് ഈ ഡ്രോസോഫിലിയ എന്ന് പറയുന്നത്. ഡ്രോസോഫിലിയ മെലനോഗാസ്റ്റർ അഥവാ പഴയീച്ച. ഓക്കെ, ഇതിനെ നമ്മൾ ജനിതക ശാസ്ത്രത്തിലെ സിൻഡർല എന്നൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി നമ്മൾ പറഞ്ഞിരുന്നല്ലേ നേരത്തെ, സ്റ്റേപ്പിസ് ആണ് അല്ലേ? സ്റ്റേപ്പിസ് ആണ്. ദെൻ ലോക ഡയബറ്റീസ് ദിനം അല്ലെങ്കിൽ ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? പ്രമേഹ ദിനം നവംബർ 14 അല്ലേ? നവംബർ 14 നമ്മുടെ ഇൻസുലിൻ കണ്ടെത്തിയ ഫെഡറിക് ബാങ്കിൻ്റെ ജന്മദിനമാണ് നവംബർ 14. അതാണ് നമ്മൾ ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നത്. ജൂലൈ 11 എന്താ? പോപ്പുലേഷൻ ഡേ അല്ലേ? വേൾഡ് പോപ്പുലേഷൻ ഡേ. ഡിസംബർ 1 ഓർത്തു വയ്ക്കുക, ലോക എയ്ഡ്സ് ദിനം അല്ലേ?
ഓക്കെ, ഇനി ലാസ്റ്റ് ചോദ്യമാണേ. നാരങ്ങ, നെല്ലിക്ക തുടങ്ങിയവയിൽ കാണുന്ന വൈറ്റമിൻ ഏതാണ്? നാരങ്ങ, നെല്ലിക്ക തുടങ്ങിയവയിൽ കാണുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി ആണ്. അതായത് സിട്രസ് ഫ്രൂട്ട്സ്, പുളിയുള്ള പഴവർഗ്ഗങ്ങളിൽ സമൃദ്ധമായി അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി. അതെങ്ങനെ അറിയപ്പെടുന്നത്? അസ്കോർബിക് ആസിഡ് അല്ലേ? അസ്കോർബിക് ആസിഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന 2026 PSC ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇന്ന് വൈകുന്നേരം നമ്മൾ ബയോളജി സെക്ഷൻ MCQ തുടങ്ങുകയാണ്. ഹ്യൂമൻ ബോഡീസും വൈറ്റമിൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 50 ചോദ്യങ്ങളായിരിക്കും ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, താങ്ക് യു.